ക്രിസ്മസ് കാലയളവിലാണല്ലോ നാം ഇപ്പോൾ ആയിരിക്കുന്നത്. സഭയുടെ കലണ്ടർ അനുസരിച്ച് അഡ്വെൻറ്റ് സീസൺ എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്, ആഗമന കാലം. ഇതിന് തൊട്ട് മുമ്പുള്ള നാളുകൾ അറിയപ്പെട്ടിരുന്നത് ദ സീസൺ ഓഫ് അനൗൺസിയേഷൻ, അറിയിപ്പുകളുടെ കാലമെന്നാണ് അറിഞ്ഞിരുന്നത്. കഴിഞ്ഞ 2-3 ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ ദൂതൻ സെഖര്യാവിനോട് അറിയിപ്പ് കൊടുക്കുന്നു, ദൂതൻ മറിയയോട് അറിയിപ്പ് കൊടുക്കുന്നു, ദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ അറിയിപ്പുകളുടെ കാലമായിരുന്നു. ഡിസംബർ 1 മുതൽ 25 വരെയുള്ള കാലയളവ് അഡ്വെൻറ്റ് സീസൺ, ആഗമനകാലം. പാശ്ചാത്യ നാട്ടിലൊക്കെ കൂടുതലും ആഗമനകാലമെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ കലണ്ടർ അനുസരിച്ച് നമ്മളതിന് പറയുന്നത് 25 നൊയമ്പ് എന്നാണ് പറയുന്നത്. 25 നൊയമ്പ് യേശു കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു നൊയമ്പാണ് 25 നൊയമ്പ്. യേശുവിൻ്റെ പീഡാനുഭവവും യേശുവിൻ്റെ ക്രൂശീകരണവും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും ഒക്കെ നമ്മൾ ഓർക്കുന്ന നാളുകളാണ് നമ്മൾ 50 നൊയമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ജനനവുമായി ബന്ധപ്പെട്ടൊരു നൊയമ്പാണ് 25 നൊയമ്പ്. ക്രൂശീകരണം അല്ലെങ്കിൽ പീഡാനുഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നൊയമ്പാണ് 50 നൊയമ്പ്. ഈ 2 പ്രധാനപ്പെട്ട നൊയമ്പുകൾ സഭ ആചരിക്കുകയും ആഘോഷിക്കുകയും ആരാധിക്കുകയും കൊണ്ടാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. സഭയുടെ ഭരണഘടനയിൽ പോലും പ്രതിപാദിച്ചിട്ടുണ്ട് ഈ 2 നൊയമ്പ് കാലങ്ങളിൽ വിവാഹം സാധാരണയായി അനുവദിക്കുന്നില്ല എന്ന് പറയാറുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത്യാവശ്യമായ ചില സന്ദർഭങ്ങൾ വേണ്ടി വന്നാൽ പ്രത്യേക അനുവാദത്തോടെയൊക്കെ വിവാഹങ്ങൾ ഈ നൊയമ്പ് കാലത്ത് നടത്താറുണ്ട്. എന്തുകൊണ്ടായിരിക്കണം ഈ നൊയമ്പ് കാലത്ത് വിവാഹം നടത്താൻ പാടില്ല എന്ന് പറയുന്നത്? സ്വാഭാവികമായി നമുക്കറിയാം, വിവാഹം എന്നൊക്കെ പറയുമ്പോൾ അല്പം ആഡംബരമോ ചിലപ്പോഴെങ്കിലും അല്പം ധൂർത്തോ അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ സമയമൊക്കെ ചിലവഴിക്കേണ്ടി വരുന്ന ചില ആഘോഷങ്ങളാണ് വിവാഹം. എന്നാൽ പൂർവികന്മാർ ഈ നൊയമ്പ് കാലത്ത് ആ വിധത്തിലുള്ള ആഘോഷങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിന്ന് കൂടുതൽ സമയം ധ്യാനത്തിന് വേണ്ടി ദൈവത്തോട് ചേർന്നിരിപ്പാൻ വേർതിരിക്കണമെന്ന താല്പര്യത്തോടു കൂടിയാണ് 25 നൊയമ്പും 50 നൊയമ്പും ഒക്കെ വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ ഈ ആഗമനകാലം, ഈ നോമ്പ് കാലം നമുക്ക് ഏറ്റവും സന്തോഷഭരിതവും നമ്മൾ കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ക്രിസ്മസിൻ്റെ ധാരാളം ചിന്തകൾ ഇനിയിപ്പോൾ ഈ ദിവസം മുതൽ 25 വരെ ധാരാളം ചിന്തകൾ ഇങ്ങനെ പകരപ്പെടും. ധാരാളം ചിന്തകൾ നമുക്ക് കേൾക്കാൻ അവസരമൊക്കെ ലഭിക്കും. 2-3 ചെറിയ ചിന്തകൾ മാത്രം, വളരെ ലളിതമായ ചിന്തകൾ മാത്രം നിങ്ങളോടൊപ്പം പങ്കിടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരാഘോഷമാണ്. നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം മനുഷ്യനായി തീർന്ന ഒരു വലിയ സംഭവമാണ്. വിസിബിൾ എക്സ്പ്രഷൻ ഓഫ് ഗോഡ്സ് ലവ് ഈസ് ഹിസ് ഇൻകാർണേഷൻ. ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹത്തിൻ്റെ വലിയ ദൃശ്യഭാവം. അതുകൊണ്ട് ലോകത്തോടുള്ള ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ഒരു ദൃശ്യഭാവമായിട്ട് നമുക്ക് ഈ ക്രിസ്മസിനെ കാണാനായിട്ട് കഴിയും. അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു കാലമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. വി ആർ സെലിബ്രേറ്റിംഗ് ഇറ്റ്. ഗോഡ്സ് ലവ് ഈസ് ബീയിങ് സെലിബ്രേറ്റഡ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് ഈ മനുഷ്യ അവതാരത്തിലൂടെ ദ ക്രിയേറ്റർ ബിക്കമിങ് ദ ക്രിയേഷൻ, സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായിത്തീർന്ന സംഭവമാണ്. സൃഷ്ടാവാണ് ദൈവം. ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു തുടങ്ങി മനുഷ്യനെ സൃഷ്ടിക്കുന്നവരെയുള്ള ആ ഒരു നറേഷനിൽ ഗോഡ് ഈസ് ദ ക്രിയേറ്റർ. മനുഷ്യനെ സൃഷ്ടിക്കുന്ന അവസരം വരെ വരുമ്പോൾ ഗോഡ് ഈസ് ദ ക്രിയേറ്റർ. എന്നാൽ സൃഷ്ടി കഴിയുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ക്രിസ്മസ് വരുമ്പോൾ ദൈവം ആ മനുഷ്യനായി അവതരിച്ചു എന്നുള്ളതാണ്. ദ ക്രിയേറ്റർ ബിക്കമിങ് ക്രിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുവാൻ പോലും പ്രയാസമാണ്. നിർമ്മാതാവ് നിർമ്മിതിയായിത്തീർന്നു, സൃഷ്ടാവ് സൃഷ്ടിയായിത്തീരുന്നു എന്ന് പറയുന്നത് അത് വളരെ വർണ്ണനാതീതമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു വലിയ സ്നേഹം, അതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. അതുകൊണ്ട് ഈ നാളുകളിലൊക്കെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ലോകത്തോട് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദൈവം ലോകത്തെ ഈ വിധത്തിൽ സ്നേഹിച്ചു. എന്താ ഈ വിധത്തിൻ്റെ പ്രത്യേകത? സ്വർഗമഹിമകളൊക്കെ വിട്ടിറങ്ങി മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. എന്തൊരു അർത്ഥവത്തായിട്ടുള്ള വചനം ജഡമായി തീർന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. അതെവിടെയാണ്? നമ്മളുടെ ഇടയിൽ പാർത്തു. അതുകൊണ്ട് ദൈവം തൻ്റെ വലിയ സ്നേഹം പ്രദർശിപ്പിച്ച സംഭവമാണ് ഈ ഇൻകാർണേഷൻ.
എന്നാൽ ഈ സ്നേഹം നാം അനുഭവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഈ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ, ഈ സ്നേഹത്തെ നമുക്ക് സ്വീകരിപ്പാനായിട്ട് കഴിയണം. നമുക്ക് ആരെങ്കിലും ഒരു ദാനം തന്നാൽ, സപ്പോസ് സംബഡി ഗീവ്സ് us എ ഗിഫ്റ്റ്, ആരെങ്കിലും നമുക്കൊരു ദാനം തന്നാൽ, ഒരു ഗിഫ്റ്റ് തന്നാൽ, അത് സ്വീകരിക്കുമ്പോഴാണ് ദാതാവിന് വലിയ സന്തോഷം ഉണ്ടാകുന്നത്. ഒരു ദിവസം രാവിലെ നമ്മുടെ അടുത്ത് വന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്മസ് കാലയളവിൽ ആരെങ്കിലും ഒരു ഗിഫ്റ്റുമായിട്ട് നമ്മുടെ ഭവനത്തിൽ വന്നെന്നിരിക്കട്ടെ, രാവിലെ വന്ന് 5-6 മണിക്കോ 7 മണിക്കോ വന്ന് ബെല്ലടിച്ചപ്പോൾ നല്ല മനോഹരമായ വർണ്ണശബളമായ പേപ്പറിലൊക്കെ പൊതിഞ്ഞൊരു ഗിഫ്റ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആളിനെ കണ്ട് ഗിഫ്റ്റും കണ്ടു, പക്ഷെ ഉടനെ കഥ അങ്ങ് വലിച്ചടച്ചു. സപ്പോസ് എന്തൊരു വേദനയായിരിക്കും. സന്തോഷത്തോടുകൂടി ഈ ഗിഫ്റ്റ് തരാൻ വന്ന ഈ ആളിന് വളരെ സന്തോഷത്തോടുകൂടി ഒരു സ്നേഹപ്രകടനമായി ഈ ഗിഫ്റ്റ് തരാൻ വന്ന ആളിൻ്റെ നേരെ വാതിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ, അതിനോട് മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ, അത് വേണ്ട എന്ന് പറഞ്ഞാൽ, ആ കൊണ്ടുവന്ന ആളിന് എന്ത് വേദനയായിരിക്കും. ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ നമ്മുടെ ഉള്ളിൽ സ്വാംശീകരിക്കുകയും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന് തന്നെ ഇത് സന്തോഷത്തിന് കാരണമായി തീരുന്നത്. നമ്മൾ സ്നേഹത്തെ സ്വീകരിക്കുന്നത്, ഈ മനുഷ്യാവതാരം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിൽ സംശീകരിക്കുക. ദൈവം എനിക്ക് വേണ്ടി ലോകത്തിൽ മനുഷ്യനായി തീർന്നു. ഐ അക്നോളജ് ദാറ്റ്, ഐ ആക്സെപ്റ്റ് ദാറ്റ്, ആൻഡ് ഐ റിസീവ് ദാറ്റ്, ആൻഡ് ഐ ഗീവ് ദാറ്റ് ലവ് ടു ദ റെസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഈ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നതോടൊപ്പം ഈ സ്നേഹം നമ്മൾ സ്വീകരിക്കുകയും, ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെ ഒന്നും സ്വീകരിക്കാതെ എത്രയോ ക്രിസ്മസ് ആഘോഷങ്ങളുണ്ട്. ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായി സ്വീകരിക്കാതെ എത്രയോ ആഘോഷങ്ങളുണ്ട്. അങ്ങനെയുള്ള ആഘോഷമായി നമ്മുടെ ആഘോഷം തീരാതിരിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത്. ആക്സെപ്റ്റ് ദാറ്റ്. ഈ ദൈവത്തിൻ്റെ വലിയ ദാനത്തെ, ഈ സ്നേഹത്തെ ആക്സെപ്റ്റ് ചെയ്യുവാനും ഈ സ്നേഹം പകർന്നു കൊടുക്കുവാനും കഴിയണം. അതുകൊണ്ട് ഒന്ന്, celebration of God's love becomes meaningful by spreading this love. രണ്ട്, ഈ ഇടയന്മാർക്ക് കൊടുത്തതായിട്ടുള്ള ആ ദൂതൻ പറഞ്ഞത്, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നമ്മളിവിടെ സന്തോഷത്തോടെയൊക്കെ ഈ ക്രിസ്മസ് ആഘോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, ഇന്ന് ചുറ്റുവട്ടങ്ങൾ നോക്കുമ്പോൾ എവിടെയെല്ലാം സന്തോഷമില്ലാത്ത സാഹചര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. വാർത്താമാധ്യമങ്ങൾ നോക്കിയാൽ എവിടെയെല്ലാം, ശ്രീലങ്കയിൽ ഈ വെള്ളപ്പൊക്കം മൂലം എത്രയോ 100 കണക്കിന് ആളുകൾ മരിച്ചു എന്നാണ് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ എവിടെയെല്ലാം, ഗാസയിലെല്ലാം വർഷങ്ങളായി, 2-3 വർഷങ്ങളായി എത്രയോ നിരപരാധികളായ ആളുകളായി കൊല്ലപ്പെടുന്നു. അങ്ങനെ എത്രയോ നമ്മുടെ മുമ്പിൽ സംഭവങ്ങൾ. അവിടെയാണ് ക്രിസ്മസ് വരുമ്പോൾ നമ്മൾ പാടുന്നത്, ജോയ് ടു ദ ഹോൾ വേൾഡ്. ലോകത്തിന് മൊത്തം സന്തോഷം, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം. അപ്പോൾ ചോദിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യാനാ ഇതിന്? ഗാസയിൽ വെടിവെപ്പുണ്ടെങ്കിൽ, ഗാസയിൽ ബോംബിട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? വാസ്തവമാണ്, ഗാസ വരെ പോകണ്ട. എൻ്റെ അയൽപക്കത്ത്, എൻ്റെ കൈയെത്താവുന്ന ദൂരത്ത്, എൻ്റെ നോട്ടമെത്താവുന്ന ദൂരത്ത് സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ആളുകൾ എന്തുമാത്രമുണ്ട്. മനോഹരമായി പാടാൻ പ്രയാസമില്ല. Can we make others happy during this Christmas? ഇന്നലെ നമ്മുടെ ഭദ്രാസനത്തിലെ 40ഓളം മസ്കിയാമ്മമാർ നമ്മുടെ വണ്ടിപ്പെരിയാറുള്ള സ്നേഹസങ്കേതം എന്ന് പറയുന്ന സ്ഥാപനയിൽ പോയി. 10-12 മെൻ്റലി ചലഞ്ച്ഡായിട്ടുള്ള സഹോദരിമാരാണ് അവിടെ ഉള്ളത്. മെൻ്റലി ചലഞ്ച്. ഞാൻ പലപ്പോഴും അവിടെ കയറി ഇറങ്ങുമ്പോൾ അവരുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ല. അവരിങ്ങനെ നോക്കി നിൽക്കും. ഞാനവിടെ ചെല്ലുന്നു, കണ്ടു, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോരുന്നു. ഇന്നലെ കൊച്ചമ്മമാർ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി അവിടെയാണ് പോയത്. ഈ ക്രിസ്മസ് ആഘോഷവേളകളിൽ ചില ഗെയിംസ്, ചില ഡാൻസുകൾ, ചില പാട്ടുകൾ, അവരുടെ പങ്കെടുത്തുള്ള ചില പരിപാടികളുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് തെളിഞ്ഞതായിട്ട് പുഞ്ചിരി. ചിരിക്കുവാൻ മറന്നുപോയ, മുഖത്ത് പ്രസന്നത നഷ്ടപ്പെട്ടു പോയ ഒരു വിഭാഗം 10-15 മാനസികമായ വെല്ലുവിളികളെ നേരിടുന്ന സ്ത്രീകളുടെ മുഖത്ത് സന്തോഷം വരിക. അതിനാ കൊച്ചന്മാരവിടെ പോയത്. ഒന്നുകിൽ ഈ 2 മണിക്കൂറെങ്കിലും അവരൊന്ന് ചിരിക്കട്ടെ. അവരുടെ മുഖത്ത് കണ്ടതായിട്ടുള്ള ചിരി, അവരുടെ മുഖത്തൊരു ചിരി വിരിയിക്കുവാൻ ഈ വർഷത്തെ ക്രിസ്മസ് സഹായമായി തീരുന്നുവെങ്കിൽ, സർവ്വജനത്തിനും കൊടുക്കാൻ നമ്മളെക്കൊണ്ട് പ്രയാസമായിരിക്കും. പക്ഷെ നമുക്ക് സന്തോഷം കൊടുക്കാവുന്ന ചില ഇടങ്ങളെങ്കിലും എൻ്റെ കണ്ണെത്താവുന്ന ദൂരത്തുണ്ട്, എൻ്റെ കൈയെത്താവുന്ന ദൂരത്തുണ്ട്. അപ്പോഴാണ് ക്രിസ്മസിൻ്റെ ആഘോഷം അർത്ഥവത്തായിത്തീരുന്നത്. ഈ വർഷത്തെ ക്രിസ്മസിൽ
25-ാം തീയതി കഴിയുന്നതിന് മുൻപ് നമുക്ക് തന്നെ തീരുമാനിക്കാം, ഈ ഒരു സന്തോഷം ഞാൻ ആർക്കെങ്കിലും ഒന്ന് പങ്കിടും. ആരുടെയെങ്കിലും മുഖത്തൊരു ചിരി വിരിയിക്കുവാൻ, ആരുടെയെങ്കിലും മുഖത്തൊരു അല്പം ആശ്വാസം പകർന്നു കൊടുക്കുവാൻ എൻ്റെ ഈ ക്രിസ്മസ് ആഘോഷം ഈ വർഷം മുഖാന്തരമായി തീരുന്നെങ്കിൽ അപ്പോഴാണ് ക്രിസ്മസ് അർത്ഥവത്തായി തീരുന്നത്. 3, ഈ ക്രിസ്മസിനെ കുറിച്ച് അച്ഛൻ്റെ പ്രസംഗത്തിൽ അവരുടെ പറഞ്ഞു, ചേർത്ത് പിടിക്കലാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ചേർത്ത് പിടിക്കൽ. ദൈവം ഈ വലിയ ചരിത്ര സംഭവത്തിന് ചേർത്ത് പിടിച്ചത് ആരെയൊക്കെയാണ്? വളരെ സാധാരണക്കാരായ ആളുകളെ. വെരി ഓർഡിനറി പീപ്പിൾ ബിക്കെയിം എക്സ്ട്രാ ഓർഡിനറി ഡ്യൂരിങ് ദിസ് ക്രിസ്മസ്. മറിയ ഒരു സാധാരണക്കാരി സ്ത്രീ, ജോസഫ് ഒരു സാധാരണക്കാരനായ തച്ചൻ, സാധാരണമായ ഇടയന്മാർ രാത്രി മുഴുവൻ അധ്വാനിച്ച് കിടക്കുമ്പോൾ ചരിത്രം ഉള്ളിടത്തോളം കാലം ഇടയന്മാർ ഓർക്കപ്പെടുകയാണ്. നമ്മൾ ക്രിസ്മസൊക്കെ ആഘോഷിക്കുന്ന ഏത് വിധത്തിലാണ്? ക്രിസ്തുവില്ലാത്ത ഹേരോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ക്രിസ്തുവിനെ ഭാവന കണ്ടുകൊണ്ട്, സ്വപ്നം കണ്ടുകൊണ്ട് ആ കൊട്ടാര തുല്യമായ സാഹചര്യങ്ങളിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എവിടെയാണ് ക്രിസ്മസ്? യേശു ശിശു പുൽക്കൂട്ടിൽ. എവിടെ കൊട്ടാരം? എവിടെ പുൽക്കൂട്? ക്രിസ്തുവില്ലാത്ത കൊട്ടാര തുല്യമായ ക്രിസ്മസിൻ്റെ ആഘോഷമാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? ക്രിസ്തു ഉള്ളതായ പുൽക്കൂട് എന്തിൻ്റെ പ്രതീകമാണ്? എളിമയുടെയും വിനയത്തിൻ്റെയും താഴ്മയുടെയും പ്രതീകം. അങ്ങനെയാകണം നമ്മുടെ ക്രിസ്മസ്. ആ വിധത്തിലാണ് ക്രിസ്മസ് അർത്ഥവത്തായി തീരുന്നത്. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ ക്രിസ്മസ് നമുക്കൊക്കെ പ്രൗഢിയോടും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെയൊക്കെ ആഘോഷിക്കുക, അതിലൊന്നും തെറ്റില്ല. എന്നാൽ ഈ ദൈവം നമ്മെ ലോകത്തെ സ്നേഹിച്ചെന്ന് ലോകം അറിയുവാൻ തക്കവണ്ണം എന്തെങ്കിലും ചെയ്യുവാൻ, സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷമാണിതെന്ന് മറ്റുള്ളവർ കൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലും നമുക്ക് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, മാത്രമല്ല യേശു ഉള്ള ഒരു പുൽക്കൂടിന് സമാനമായ മനോഭാവത്തോടുകൂടി ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ക്രിസ്മസ് അർത്ഥവത്തായിത്തീരുന്നത്. ആ വിധത്തിൽ അർത്ഥവത്തായ ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ ദൈവം ഈ വർഷം നമ്മൾക്ക് എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സന്തോഷകരമായ ക്രിസ്മസ് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.